നമസ്കാരം, ന്യൂമറസ് കാർസിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് 2014 മോഡൽ വെറും 67,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഹ്യൂണ്ടായി എക്സെന്റ് പെട്രോൾ വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നോക്കാം. 2014 മോഡൽ ഹ്യൂണ്ടായി എസ് ഓപ്ഷണൽ എന്ന് പറഞ്ഞ പെട്രോൾ വാഹനമാണ്. ഈ വാഹനത്തിന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും യാതൊരുവിധ റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റോ ഫ്ലഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല മികച്ച ക്വാളിറ്റി തന്നെയായിട്ടുള്ളൊരു വാഹനം തന്നെയാണിത്. വെറും 67,000 കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഇതുവരെ ഓടിയിട്ടുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വിൻഷീൽഡ് ബോണറ്റ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും യാതൊരു സ്ക്രാച്ചസോ ഡെൻറ്റസോ ഡാമേജസോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഹെഡ് ലാമ്പ്സ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാലും വളരെ മികച്ച ഫിനിഷിങ്ങോട് കൂടി തന്നെ നിൽക്കുന്നത്. അതിൻ്റെ ബമ്പറും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെ വണ്ടി എങ്ങനെ കമ്പനിയിൽ നിന്ന് വന്നോ അതേ രീതിയിൽ തന്നെയാണ് ഇത് നിലനിർത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഫെൻഡറിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാലും വേറെ ഡാമേജസോ കാര്യങ്ങളൊന്നുമില്ല. നമുക്കിതിൻ്റെ ടയർ നോക്കുകയാണെങ്കിൽ എബോവ് 60% ടയേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹ്യൂണ്ടായുടെ ജെനുവിൻ അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇൻഡിക്കേറ്ററോട് കൂടിയിട്ടുള്ള ബോക്സ് ടൈപ്പ് ഇന്റേണൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിററാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ ഡോർസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വേറെ ഡാമേജസോ കാര്യങ്ങളൊന്നുമില്ല, പരിക്കുകളൊന്നുമില്ല. വളരെ മികച്ച രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനം തന്നെയാണ്. ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ ഒരു 60% ടയേഴ്സ് ബാക്ക് ടയറും ഉണ്ട്. അതുപോലെ തന്നെ ഹ്യൂണ്ടായുടെ അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വാഹനത്തിൻ്റെ ബാക്ക് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു എസ് ഓപ്ഷണൽ വാഹനം ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഡീഫോഗർ ലൈൻസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബൂട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എക്സെൻറ്റിൻ്റെ ലോഗോ, ഹ്യൂണ്ടായുടെ ലോഗോ ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബൂട്ട് സ്പേസിലേക്ക് വരികയാണെങ്കിൽ 407 ലിറ്ററാണ് അതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം ഫാമിലികൾക്കൊക്കെ വേണ്ടിയുള്ള ലഗേജസ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ സ്റ്റെപ്പിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 95% ഒരു ഉപയോഗിക്കാത്ത സ്റ്റെപ്പിന് തന്നെയാണെന്ന് പറയാം. അതുപോലെ തന്നെ ബൂട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്, മികച്ച ക്വാളിറ്റി തന്നെയാണ് നിൽക്കുന്നത്. വേറെ പരിക്കുകളോ ഒന്നുമില്ല. വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിലും വളരെ മികച്ച ക്വാളിറ്റി തന്നെ നിൽക്കുന്നത്, വേറെ ഡാമേജസോ പരിക്കുകളോ ഒന്നുമില്ല. അതുപോലെ തന്നെ ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ എബോവ് 60% ടയേഴ്സ് ഉണ്ട്. അതുപോലെ 4 ടയറും നമുക്ക് അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ അലോയ് വീലുകളൊക്കെ മികച്ച ക്വാളിറ്റി തന്നെ നിൽക്കുന്ന ഹ്യൂണ്ടായുടെ ഒറിജിനൽ അലോയ് വീൽസൊക്കെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഡീറ്റെയിൽസിലേക്ക് ഇറക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 2014 മോഡൽ വെറും 67,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഹ്യൂണ്ടായി എക്സെന്റ് പെട്രോൾ വാഹനമാണിത്. എസ് ഓപ്ഷണൽ വാഹനം ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസ്, അതുപോലെ തന്നെ ഓഡിയോ കൺട്രോൾസും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എല്ലാം നമുക്ക് സ്റ്റിയറിംഗ് വീലിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഇൻബിൽറ്റ് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. ഡാഷ്ബോർഡ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ നീറ്റാണ്, വളരെ വൃത്തിയോടുകൂടി തന്നെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു വാഹനം തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. അതുപോലെ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വളരെ ഒരു മികച്ച ക്വാളിറ്റി തന്നെയായിട്ടാണ് ഈ വാഹനം ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനം എടുത്തു കഴിഞ്ഞാൽ വേറെ മെയിൻ്റനൻസ് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. അല്ലെങ്കിൽ എല്ലാ വർക്കുകളും തീർന്ന് നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്ന ഒരു വാഹനം തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഡീറ്റെയിൽസിലേക്ക് എടുക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 2014 മോഡൽ വെറും 67,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഹ്യൂണ്ടായി എക്സെന്റ് വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എസ് ഓപ്ഷണൽ എന്ന് പറഞ്ഞ വാഹനമാണിത്. ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1200 cc കാപ്പ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിന് വരുന്നത്. 81 bhp പവറും 114 എണ്ണം ടോർക്കുമാണ് ഈ വാഹനത്തിന് കരുത്ത് വരുന്നത്. ARAI സർട്ടിഫൈഡ് മൈലേജ് 19 km/ലിറ്ററാണ് ARAI സർട്ടിഫൈഡ് മൈലേജ് പറയുന്നത്. എന്നിരുന്നാൽ തന്നെ നമുക്കൊരു 15-16 മൈലേജ് കിട്ടുന്ന ഒരു സെഡാൻ കാർ തന്നെയാണ്. അപ്പോൾ നിങ്ങളൊരു പെട്രോൾ വാഹനം ആഗ്രഹിക്കുന്നവരും മികച്ച വാഹനം ലോ കിലോമീറ്ററൊക്കെ ഉള്ളൊരു വാഹനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, അതുപോലെ തന്നെ ഒരു സെഡാൻ വാഹനമൊക്കെ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും മികച്ചൊരു ഓപ്ഷൻ തന്നെയാണിത്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ വിലവരത്തിലേക്ക് എടുക്കാം. 2014 മോഡൽ വെറും 67,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഹ്യൂണ്ടായി എക്സെന്റ് എസ് ഓപ്ഷൻ എന്ന് പറഞ്ഞ വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 3,48,000 സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ ഈ വാഹനത്തിന് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്ന ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഈ വാഹനം ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ന്യൂമറസ് കാർസ് കേരളയിലാണ്. ന്യൂമറസ് കാർസ് കേരളയ്ക്ക് ആലുവയിൽ 2 ഷോറൂമാണുള്ളത്. ഒന്ന് ബാങ്ക് ജംഗ്ഷനിലും മറ്റേത് പ്രിയദർശിനി റോഡിലുമാണ്. അപ്പോൾ ഈ വാഹനം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ബാങ്ക് ജംഗ്ഷനിലുള്ള ന്യൂമറസ് കാർസിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾക്കെല്ലാം സമീപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു വാഹനത്തിൻ്റെ വീഡിയോ നമുക്ക് വീണ്ടും കാണാം.